ഇനി നീ സത്യം പറഞ്ഞു. പല്ലവിയെ നീ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്തിനാ ഈ കൊലക്കുറ്റം അവളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നേ? ചോദിക്ക സാറേ. ചോദിക്കാം. ഞാൻ കൊന്നിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? നീ അവളെയും കൊണ്ട് വണ്ടി എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞു വന്നിട്ട് അവളെ അവിടെ നിർത്തി വീണ്ടും നീ എങ്ങോട്ടാ പോയത്? എങ്ങോട്ടാണോ പോയത്? പറയണം. നീ അവളെ അവിടെ നിർത്തിയിട്ട് നേരെ മാർട്ടിൻ കിടക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. ഇവൻ ചത്താലേ പല്ലവി എനിക്കെന്നും എന്റെ ചൊൽപ്പടിയിൽ നിർത്താൻ പറ്റൂ. കൊലപാതകം ചെയ്തവളെ ആരും സ്വീകരിക്കില്ല. ഒടുവില് നീ എന്റേത് മാത്രമാവും പല്ലവി. ഇതാണ് സംഭവിച്ചതെന്ന് സാർ മനസ്സിലാക്കി ജിത്തു. ഇനി നിനക്ക് രക്ഷയില്ല അല്ലേ സാറേ? പിന്നെ മനസ്സിലായി. സാർ, പിന്നെ ഹോക്കി സ്റ്റിക്ക് കൊണ്ടുള്ള അടികൊണ്ടല്ല മരിച്ചതെന്നും മർഡർ വെപ്പൺ ക്രിക്കറ്റ് ബാറ്റ് ആണെന്നും സാറിന് മനസ്സിലായി. അത് മർഡർ വെപ്പണിൽ നിന്റെ ഫിംഗർ പ്രിന്റും മാർട്ടിന്റെ ബ്ലഡും PC കുട്ടമ്പിള്ള സാറ് ഫോറൻസിക് ലാബിൽ നിന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. എല്ലാ തെളിവുകളും നിനക്കെതിരെ സെറ്റാക്കി കൺഫേം ചെയ്തിട്ടാ സാറ് നിന്നെ ഇവിടെ എത്തിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചത്. സൂപ്പർ സർ. എന്റെ ദൈവമേ, എന്തൊക്കെയായിരുന്നു? ഇങ്ങനെ വേണം പോലീസായ. ഞങ്ങളൊക്കെ ഇപ്പൊ സാറിന്റെ ഫാൻസാ. സാറേ, സാറിന്റെ ഒരു ഫോട്ടോ തരണേ, എനിക്ക് പേഴ്സിൽ വെക്കാനാ. തരാലോ. എന്റെ ഫുൾ സൈസിലുള്ള ഒരെണ്ണം ഉണ്ട്. ട്രെയിനിങ് സമയത്തെ നല്ല മസിലൊക്കെ ആയിട്ട്. അത് മതി. എന്താണോ നോക്കിക്കുന്നേ? നീ ഇതൊക്കെ ചെയ്തിട്ട് ഈ പാവം കൊച്ചിനെ നിന്റെ ചൊൽപ്പടിക്ക് നിർത്താന്ന് കരുതിയല്ലേ? അതിന് നീ ഒരുത്തനെ തല്ലി കൊന്നല്ലോടാ മഹാഭാവി. അതെ, ഞാൻ കൊന്നു. ഇനിയും കൊല്ലും. ഇവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു.